വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താഴെ വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഈശോ അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. എന്നാൽ നീ പോയി നിന്നെ തന്നെ നിന്റെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള ആ കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മലയിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവിനെ പ്രതീക്ഷിച്ച് നിന്ന ഒരു വലിയ ജനക്കൂട്ടം അവന്റെ വചനം കേൾക്കാൻ, അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി, സൗഖ്യമാകട്ടെ, സമാധാനമാകട്ടെ. ഇതാ അവരുടെ ഇടയിൽ നിന്ന് ഒരു കുഷ്ഠരോഗി മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അവനിൽ വിശ്വാസമുണ്ട്, നിനക്കെന്നെ സുഖപ്പെടുത്താൻ കഴിയും. ഒന്ന് മാത്രം മതി, നിനക്ക് മനസ്സുണ്ടാകണം. ദൈവത്തിന് ഞാൻ സുഖം പ്രാപിക്കണമെന്നും ഞാൻ വിശുദ്ധീകരിക്കപ്പെടണമെന്നും ഞാൻ സമാധാനം പ്രാപിക്കണമെന്നും ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ വന്നത് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനുമാണ്. പിശാച് വന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനും. എൻ്റെ ദൈവത്തിന് എൻ്റെ നന്മ മാത്രമേ അറിയൂ. അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം. എനിക്ക് നന്മ വരുന്നത് അവിടുന്ന് എനിക്കായി നിർദ്ദേശിക്കും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം ദൈവം മഹത്വപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീ എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടണമേ, നീ ഒന്ന് മനസ്സാകണമേ. ഞാൻ ദേവാലയത്തിൽ വരികയും മക്കൾക്ക് സാക്ഷ്യമായി മക്കളെ ബലിപീഠത്തിന് അരികൾ വളർത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും എനിക്കെന്തേ മാറി മാറി ഈ ദുഃഖങ്ങളും വേദനകളുമൊക്കെ? കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. എൻ്റെ ഈ പ്രതിസന്ധിയിൽ പരിഹാരമായിട്ട് എന്നിലേക്ക് കടന്നു വരുവാൻ നിനക്ക് കഴിയും. നിനക്ക് മനസ്സുണ്ടായിരുന്നുവെങ്കിൽ, എനിക്ക് മനസ്സുണ്ട്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിന്റെ കുറവിലല്ല, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറയുന്ന കർത്താവ്. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക. കർത്താവ് പറഞ്ഞു, തൽക്ഷണം കുഷ്ഠം മാറുകയാണ്. എന്നാൽ നീ ഇത് പോയി പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തണം, ഞാനാണ് നിന്നെ സുഖപ്പെടുത്തിയതെന്ന്. പുരോഹിതനാണ് ഒരുവനെ സമൂഹത്തിൽ നിന്ന് കുഷ്ഠം വന്നാൽ അവനെ മാറ്റുന്നത്. സമൂഹത്തിൽ നിന്ന് അവനെ വേറിട്ട് താമസിപ്പിക്കും, വേറിട്ട് മാറണം. ഇനി നീ ആ സമൂഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പുരോഹിതന നിന്നെ കണ്ട് സാക്ഷ്യം പറയണം, ഇവന് കുഷ്ഠമില്ല എന്ന്. അതുകൊണ്ട് നീ സമൂഹത്തിലേക്ക് ചേർക്കപ്പെടേണ്ട. മാറ്റപ്പെട്ടവനെ വെട്ടിമുറിച്ച് മാറ്റി നിർത്തിയവനെ ഇതാ സമൂഹത്തിലേക്ക് അവൻ ചേർക്കുകയാണ്. പോയി പറയുക, നീ സാക്ഷ്യപ്പെടുത്തുക, മോശ കൽപ്പിച്ചിട്ടുള്ളതുപോലെ നേർച്ചകളും സമർപ്പിക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്. സമൂഹത്തിൽ നിന്ന് പല കാരണങ്ങളാലായിരിക്കും നമ്മളൊരു പക്ഷേ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഒരു പാപമോ പഴയ പാപമോ പലർക്കും പറയാനുള്ളത് ആ പഴയ കഥകളൊക്കെയാണ്. അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. എന്നാൽ കർത്താവ് പഴയതിനെ നോക്കിയല്ല, മറിച്ച് നമ്മളെ സമൂഹത്തോട് ചേർക്കുവാൻ ഒരു പുത്തൻ അഭിഷേകമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളെ പഴയ പാപങ്ങളോ കുറവുകളോ എനിക്കൊന്നുമില്ല എന്നൊന്നും പറയണ്ട. ഞാൻ അനുദപിച്ച് ഏറ്റു പറഞ്ഞിട്ടുള്ള സകല പാപങ്ങളും സകല മ്ലേച്ഛതകളുമെല്ലാം പൂർണ്ണമായിട്ടും
ക്ഷമിച്ച് രണ്ടാമതും ആവർത്തിച്ചത് കുമ്പസാരത്തിൽ പറയേണ്ടതല്ല. പറഞ്ഞ അനുതാപത്തോടെ കുമ്പസാരിച്ചത് ക്ഷമിച്ചതാണ്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് കർത്താവിന് നന്മ മാത്രം. ക്ഷമിച്ചവൻ ക്ഷമിച്ചതാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ഈ കുഷ്ഠരോഗിക്കുണ്ടായിരുന്നതായ വിശ്വാസവും സ്വാതന്ത്ര്യവും നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ സുഖപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾ ചോദിച്ചത്, ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും യാതനകൾ ദൈവം കേട്ട് കഴിഞ്ഞു. വിശ്വാസത്തോടെ കുർബാനയുടെ നടുവിൽ നമ്മൾ ചോദിക്കുന്ന, വിശ്വാസത്തോടെ ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു കഴിഞ്ഞു. എനിക്ക് മനസ്സുണ്ട്. അതാണ് ഈശോയ്ക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. നിനക്ക് ജോലി നൽകാൻ, നിന്റെ കഷ്ടത മാറ്റാൻ, നിന്റെ കണ്ണീര് തുടയ്ക്കും. നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയോടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ, ഈ വചനത്തിൻ്റെ ശക്തി, ഈ വചനത്തിൻ്റെ അഭിഷേകം അനുഗ്രഹമായി, സൗഖ്യമായി, സമാധാനമായി നിങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു കഴിഞ്ഞു. ഈ ബലിയിലൂടെ 10,000 സൗഖ്യം പ്രാപിക്കട്ടെ. ഈ ബലിയിലൂടെ, ഈ ബലി ഒരാൾക്കുള്ളതല്ല, 800 കോടി ജനങ്ങൾക്കുമുള്ളതാണ്. ഈ ബലി എല്ലാവർക്കും, ഞാൻ സൂചിപ്പിക്കാറുണ്ട്, 99% അഭിഷേകം പ്രാപിച്ച അനേകം പേർ നിൽപ്പുണ്ട്. 100ാമത്തെ പോയിന്റ് എനർജി പ്രകാശം, അഭിഷേകം നമ്മുടേതാണ്. ഞാനാണ് അവരെ അനുഗ്രഹിക്കേണ്ടത്. ഞാനാണ് ലോകം മുഴുവനെയും അനുഗ്രഹിക്കേണ്ടത്. പള്ളിയിലെ ചില, അല്ലെങ്കിൽ ബാങ്കിലെ ചില ലോക്കറിന് 1, 2, 3 ചാവി കാണും. 2 പേര് തുറന്നാലേ നമ്മുടെ ചാവി കൊണ്ട് തുറക്കാൻ പറ്റും. അതുകൊണ്ട് 100ാമത്തെ അനുഗ്രഹകരം എൻ്റെ കയ്യിലാണ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും ഓർക്കുക, നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ആത്മാർത്ഥതയോടുകൂടി ദൈവത്തെ ഉള്ളിലാക്കിക്കൊണ്ട്, പരിശുദ്ധ അമ്മ ഈശോയെ ഉള്ളിലാക്കിയതുപോലെ ദൈവകരങ്ങളിൽ നിന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്, അത് സ്വീകരിക്കാൻ പോകുമ്പോൾ ഞാൻ സൂചിപ്പിക്കാറുണ്ട്, നമ്മുടെ കരം ഏത് ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപായിട്ട് കരം കഴുകിയിരിക്കണം. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മാതാപിതാക്കന്മാരുടെ രമ്യതയിലായിരിക്കണം. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ജീവിത പങ്കാളിയുമായിട്ട് രമ്യതയിലാകണം. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മക്കളെ, ശാഖോപശാഖകൾ, എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടവരാരെല്ലാം അവരോട് രമ്യപ്പെട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയതിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കഴുകാത്ത കരം കൊണ്ട് ആരും മുറിവ് വെച്ച് കെട്ടരുത്. കഴുകണം. അനുരഞ്ജനമില്ലാത്ത ഹൃദയത്തോടെ നമ്മുടെ ജീവിതത്തിൽ ആരോടൊക്കെ ബന്ധപ്പെട്ടുവെന്നോ അവരോട് അനുരഞ്ജനമില്ലാതെ മുറിവ് വെട്ടാൻ പോയാൽ അത് വ്രണമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം, അനുരഞ്ജനമുണ്ടാകണം. ഓരോ ശുശ്രൂഷയിലും മാതാപിതാക്കളോട്, മരിച്ചുപോയവരാട്ടെ ജീവിച്ചിരിക്കുന്നവരാട്ടെ, അത് ജീവിത പങ്കാളിയുടെ മതിപ്പിക്കുന്ന ഭർത്താവാകട്ടെ, ആരുമാകട്ടെ, അനുരഞ്ജനപ്പെടാതെ ആരോടൊക്കും നിങ്ങളുടെ ഒരു ആസ്വാദവും അന്വർത്ഥമാകില്ല. അതുകൊണ്ട് അനുരഞ്ജനം എപ്പോഴും നമ്മളിൽ ഉണ്ടാകട്ടെ, നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ.